വാർത്തകളിലേക്ക് തിരികെ എത്തുന്നു. KSRTC ബസ്സിന് വഴിതെറ്റി പുലർച്ചെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട വണ്ടി ആലുവയിൽ എത്തിയത് 12 മണിയോടെയാണ്. ഡ്രൈവർക്കും കണ്ടക്ടർക്കും വഴി അറിയാത്തതാണ് കാരണം. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നാ പേര്. ഇത് ഓർഡിനറി ഒരു നോർമൽ ബസ്സിന്റെ സ്പീഡ് പോലും ഈ സാധനത്തിനില്ല. പിന്നെ ലോക്കൽ ബസ് നിർത്തുന്നല്ല, എല്ലായിടത്തും നിർത്തും. ഇപ്പൊ ഏകദേശം ട്രെയിനിൽ വന്നത് പറയുകയും ചെയ്തു. ഫാസ്റ്റ് ഡ്രൈവറും കണ്ടക്ടറും രണ്ടുപേരും ഓർഡിനറിയിലുള്ള ആൾക്കാരാണ്. സൂപ്പർ ഫാസ്റ്റിൽ എക്സ്പീരിയൻസ് ഇല്ലാന്ന് കണ്ടക്ടർ സമ്മതിക്കുകയും ചെയ്തു. അവർ പറഞ്ഞിട്ടുമുണ്ട്. കണ്ടക്ടറിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഡ്രൈവറിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. പിന്നെ അവരുടെ തന്നെ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ടിക്കറ്റും ഉണ്ട്. എല്ലാം സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞു, എന്താ ചേട്ടാ ഇങ്ങനെ വണ്ടി 30 മുകളിൽ സ്പീഡിൽ ഓടിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡ്രൈവറിനും വഴി അറിഞ്ഞൂടാ, കണ്ടക്ടറിനും വഴി അറിഞ്ഞൂടാ. പൊന്നാനി കയറിയിട്ടാണ് ഈ വണ്ടി വരുന്നത്. പൊന്നാനി വഴിയാണ് എറണാകുളം ഇങ്ങോട്ടേക്ക് വരുന്നത്. ഗുരുവായൂർ ഇങ്ങനെ കയറിയിട്ടാണ് വരുന്നത്. പൊന്നാനിയിൽ ഡ്രൈവറിന് വഴി അറിയാണ്ട് ഒരു 7 കിലോമീറ്റർ മുമ്പിലേക്ക് കയറിയിട്ട് ബസ് സ്റ്റോപ്പിൽ കയറിയില്ല എന്നുള്ള കാരണം കൊണ്ട് റിട്ടേൺ യൂ ടേൺ അടിച്ചു പോയത് 7 കിലോമീറ്റർ. 1.5 മണിക്കൂർ അവിടെ തന്നെ വേസ്റ്റ് ചെയ്യും നമുക്ക്. എബി, ഇത് വളരെ കൗതുകമായിരിക്കുന്നു. വഴിയറിയാത്ത ആളാണ് KSRTC ഡ്രൈവറായി നിയമിച്ചത് എന്നുള്ളത് വളരെ കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ലോക്കൽ ബസ് ഓടിച്ചിരുന്ന ജീവനക്കാരൻ ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റിലേക്ക് മാറിയിട്ടും അദ്ദേഹം ആ ശൈലി തന്നെ, ആ രീതി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ? ഇതൊക്കെ ഫിജി, ഇതൊക്കെ ഒരുപാട് ശീലത്തിന്റെ കാര്യങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് കാണേണ്ടി വരും. കാരണം ഇവർ പറയുന്ന പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ലോക്കൽ ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ ഈ സൂപ്പർ ഫാസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അവർക്ക് വഴി അറിയില്ല, വണ്ടി സ്പീഡിൽ ഓടിക്കാൻ അറിയില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും പരാതികളൊക്കെ തന്നെയാണ് ഈ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവരുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടിക്കൊണ്ടാണോ വന്നിരിക്കുന്നത്, അതെല്ലാം തന്നെ താളം തെറ്റുന്ന നിലയിലേക്ക് ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു ഗൗരവമുള്ളൊരു വിഷയം. എന്തായാലും രാവിലെ 4 മണിയോട് കൂടിയോ മറ്റാണ് ഈ വണ്ടി കോഴിക്കോട് നിന്നും പോരുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് മുമ്പായി തന്നെ എറണാകുളത്ത് എത്തും എന്നുള്ളതായിരുന്നു KSRTC നൽകിയിരുന്ന വാഗ്ദാനം. പക്ഷെ അതെല്ലാം അമ്പേ പരാജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ നിലയ്ക്കുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പൊന്നാനി സ്റ്റാൻഡിൽ കയറുന്ന സാഹചര്യത്തിൽ പോലും കൂടെ വണ്ടി മറ്റൊരു വഴിയിലേക്ക് പോവുകയും ഹാർബറിന്റെ ഭാഗത്തേക്ക് വണ്ടി പോവുകയും ചെയ്തു. അതിനുശേഷം തിരിച്ച് ഏതാണ്ട് 7 കിലോമീറ്ററോളം ദൂരം വഴിതെറ്റി യാത്ര ചെയ്തതിനു ശേഷമാണ് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വണ്ടി തിരിച്ച് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് അങ്ങനെ ആ നിലയ്ക്ക് തന്നെ ഏതാണ്ട് 1 മണിക്കൂർ സമയം ഈ യാത്രക്കാർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. പലരും ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി പോലും കൂടെ വന്നിട്ടുള്ള ആളുകളായിരുന്നു ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. അവർക്കെല്ലാം തന്നെ ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ഈ കണ്ടക്ടറുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായത് എന്നുള്ളൊരു വിമർശനവും ഒരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വണ്ടി പതുക്കെ പോകുന്നു, ഒപ്പം തന്നെ വഴി അറിയാൻ വയ്യാത്ത രീതിയിൽ വണ്ടി ഓടിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്ന ഘട്ടത്തിലും ഒട്ടും തന്നെ മാന്യമല്ലാത്ത രീതിയിലായിരുന്നു കണ്ടക്ടറുടെ പ്രതികരണം എന്നാണ് ഈ പ്രതികരണം നൽകിയിട്ടുള്ള ഈ തങ്ങൾ യാത്രാനുഭവം പങ്കുവെക്കുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ഈ ബസ്സിൽ യാത്ര ചെയ്ത ഒരു അഡ്വക്കേറ്റ് നമ്മോടൊപ്പം ഉണ്ട്, പത്മലക്ഷ്മി. അഡ്വക്കേറ്റ് പത്മലക്ഷ്മി, എങ്ങനെയാണ് താങ്കൾ, എവിടെ നിന്നാണ് ഈ ബസ്സിൽ കയറിയത്? എവിടേക്കായിരുന്നു യാത്ര? എന്തായിരുന്നു പ്രതിസന്ധി അനുഭവപ്പെട്ടത്? ആക്ച്വലി ഈ പറയുന്ന ബസ് 3:50 കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് 9 മണിക്ക് എറണാകുളത്ത് എത്തുന്നായിരുന്നു എന്ന രീതിയിലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള KSRTCയുടെ വാഗ്ദാനം. എനിക്ക് ഹൈക്കോടതിയിൽ രാവിലെ അപ്പിയർ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ഇന്നലത്തെ കേസ് കഴിഞ്ഞ് കോഴിക്കോട് നിന്നുള്ള 3:50 ഞാൻ ഈ പറയുന്ന ബസ്സിൽ നിന്ന് കയറുകയും ശേഷം ഈ ബസ് പോകുന്നത് ഒരു നമ്മള് എന്താ പറയാ, വന്ദേ ഭാരതിന്റെ ടിക്കറ്റ് എടുത്തിട്ട് പാസഞ്ചർ ഇതാണ് എന്ന് നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. വന്ദേ ഭാരത് എടുത്താൽ വന്ദേ ഭാരത് പോകുന്ന രീതിയിലാണ് പോകുന്നത്, അല്ലാതെ പാസഞ്ചർ പോകുന്ന രീതിയിലല്ല അതൊരിക്കലും പോകേണ്ടത്. ഈ ബസ് പോയത് സാധാ ഓർഡിനറി ബസ് പോകുന്ന രീതിയിൽ പോകുന്നു. അതിന്റെ ഉള്ളിലിരിക്കുന്ന വ്യക്തി പറയുന്നു, ഞങ്ങൾക്ക് 2 പേർക്ക് റൂട്ട് അറിയാൻ പാടില്ല, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിരിക്കൂ എന്ന രീതിയിൽ പറയുന്നു. അതുപ്രകാരം വണ്ടി പോകുന്നത് എത്തി നിൽക്കുന്നത് അവിടെ, അതായത് പൊന്നാനി അടുത്തുള്ള അവിടുത്തെ ഒരു കുറച്ച് ബോട്ടൊക്കെ ഇട്ടിരുന്ന സ്ഥലത്തോട്ട് എത്തുന്നു. അതിനുശേഷം പറഞ്ഞു ഇതെല്ലാ സ്ഥലം എന്ന് പറയുന്നു. ശേഷം പിന്നെ അവിടെ നിന്ന ആളുകളോടെല്ലാം ചോദിച്ച് സ്റ്റാൻഡിലെത്തുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം മൊത്തം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയത് KSRTC ആണ്. കാരണം ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകൾക്ക് ഇന്ന് എനിക്ക് അപ്പിയർ ചെയ്യേണ്ടതാണ്, പക്ഷെ എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഈ KSRTC ഉണ്ടായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഈ ഒരു എന്താ ഉത്തരവാദിത്തമില്ലാത്ത ഇത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവണതകളാണ്.
അതൊരിക്കലും മറ്റൊരു കാര്യം, ഈ ജീവനക്കാർ അല്ലെങ്കിൽ യാത്രക്കാർ ഇക്കാര്യം പറയുമ്പോൾ ജീവനക്കാർ അതിനെ മാനിക്കാത്ത വിധത്തിലാണ് തങ്ങൾക്ക് വഴിയറിയാം അല്ലെങ്കിൽ മറ്റ് ന്യായങ്ങൾ പറഞ്ഞ് അവരുടെ യാത്രക്കാരുടെ ചോദ്യങ്ങൾ മുടക്കിവിടാനുള്ള അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ നടത്തിയത്? ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പൊന്നാനി സ്റ്റേഷൻ മാസ്റ്റർ ഞാൻ എന്റെ ഫോണിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുകയും അപ്പൊ എന്നോട് പറഞ്ഞ കാര്യം, അത് ഈ വണ്ടി നേരത്തെ ആണല്ലോ എത്തിയതെന്നാണ് എന്നോട് പറഞ്ഞത്. നേരത്തെ ഒരിക്കലും ആ രീതിയിൽ കൺസിഡർ ചെയ്യാനേ പറ്റില്ല. 3:50 കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെട്ട ട്രെയിൻ ഇവിടെ യാത്ര പുറപ്പെട്ട KSRTC ബസ് ഇവിടെ എത്തുന്നത് 12:15 സമയമൊക്കെ ആയപ്പോഴാണ് ആലുവയിൽ. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി പിന്നെ മെട്രോ പിടിച്ചിട്ടാണ് ഞങ്ങൾ എത്തുന്നത് വീട്ടിലോട്ട്. അപ്പോ തീർച്ചയായും എന്തായാലും യാത്രക്കാരെ വലച്ച ഒരു KSRTC ബസിന്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ വ്യക്തമായി കേട്ടത്. യാത്രക്കാരി അഡ്വക്കേറ്റാണ് പത്മ ലക്ഷ്മി നമ്മളോട് പ്രതികരണം അറിയിച്ചതും. എ വി തോമസ് ആയിരുന്നു മറ്റു വിശദാംശങ്ങളുമായി നമ്മുടെ